കാര്യമായ മരണം ഒന്നിനും ഒരു പരിഹാരമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ല. നമസ്കാരം. ഈ പെണ്ണുങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഒരുത്തൻ കൂടി ആത്മഹത്യ ചെയ്തു, പ്രദീപ്. നിങ്ങളൊക്കെ കണ്ടു കാണും ആ വീഡിയോ. രാഹുൽ ഈശ്വർ വെറുതെ അല്ല പറയുന്നത് പുരുഷ കമ്മീഷൻ വേണം, പുരുഷ കമ്മീഷൻ വേണമെന്ന്. ഞാൻ ഒരു പടി കൂടി കടന്നു പറയുന്ന പുരുഷ കമ്മീഷൻ ഒന്നും വേണ്ട. ഇവിടെ ഈ സ്ത്രീപക്ഷ നിയമങ്ങൾ എടുത്തു കളഞ്ഞിട്ട് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പരിഗണന കൊടുക്കുന്നത് നിർത്തിയാൽ മതി. എല്ലാവർക്കും ഒരേ പരിഗണന മതി. തെറ്റാര് ചെയ്താലും അത് സാധാരണ ഒരു കേസ് പോലെ അങ്ങോട്ട് പൊയ്ക്കോട്ടെ. എന്തിനാണ് ഈ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് പരിഗണന കൊടുക്കേണ്ട ആവശ്യം? അതുകൊണ്ടാണ് ഇങ്ങനെ വിഷയങ്ങൾ വരുന്നത്. അവർക്ക് നീതി സമത്വമല്ല, അവർക്ക് കുറച്ച് അധിക പരിഗണനകളുണ്ട്. അതുകൊണ്ട് തന്നെ എന്തും കാണിക്കാമെന്ന മരണപ്പെട്ട പ്രദീപിന്റെ വീഡിയോ കണ്ട് സത്യത്തിൽ ഹൃദയം നുറങ്ങിപ്പോയി. ഒരു പുരുഷൻ ഈ വിധത്തിൽ കരഞ്ഞ് എന്താ പറയാ ഹൃദയം പൊട്ടി നമ്മളോട് കാര്യങ്ങൾ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവന്റെ ഹൃദയം എത്രത്തോളം വിങ്ങുന്നുണ്ടാവും. വാക്കുകളിലൂടെ വളരെ കുറച്ച് മാത്രമേ പുറത്തു വരുള്ളൂ. എനിക്ക് കുറെ കേസുകൾ അറിയാം. ദയവായി ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പെൺമക്കൾ വളർന്നു വരുന്നുണ്ട്, അവർ നാളെ കെട്ടിച്ചു വിടുന്നുമുണ്ട്. അവരുടെ ഭർത്താക്കന്മാരായി വരുന്ന സമയത്ത് എന്റെ മോള് അവൻ എന്നുള്ള ചിന്ത നിങ്ങളിൽ ഉണ്ടാവരുത്. അല്ലെങ്കിൽ മറുഭാഗത്ത് എന്റെ മകൻ അവൾ എന്ന ചിന്തയും ഉണ്ടാകും. ഇത് രണ്ടും അപകടമാണ്. ഞാനും നിങ്ങളുമൊക്കെ ഏതെങ്കിലുമൊക്കെ തന്തയുടെയും തള്ളയുടെയും മക്കൾ തന്നെ അല്ലേ? നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കുമ്പോൾ അവരും നമ്മളെ ഈ തന്തയുടെയും തള്ളയുടെയും മക്കളാണ്. നമ്മളുടെ ജീവിതത്തിൽ, അതായത് എന്റെയും എന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെയും ജീവിതത്തിൽ വേറെ ആരെങ്കിലും പുറത്തുനിന്ന് ഇടപെടുത്താൻ നമ്മൾ സമ്മതിച്ചിട്ടുണ്ടോ? ആരെ ഇടപെടാൻ നമ്മൾ അയച്ചിട്ടില്ല. പക്ഷെ നമ്മളെ മക്കളുടെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ കടുംപിടുത്തം പിടിക്കണം, അവരുടെ ജീവിതം കുളമാക്കുകയാണ്. അങ്ങനെ കുളമാകുന്ന കേസ് ഒരുപാടുണ്ട്. അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല, ദാമ്പത്യ ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, ഒരു പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് അവരെ കൊണ്ടുവിടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഒരു കേസ് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യ ദിവസം 12 മണിക്ക് വിവാഹം കഴിഞ്ഞു. 4 മണിയായപ്പോൾ അമ്മായിയമ്മ മോളോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്തോ ഒരു കാര്യത്തിന് ഭാര്യയോട് ഭർത്താവ് എന്തോ പറഞ്ഞു. അതായത് വിവാഹം കഴിഞ്ഞ് നേരെ ഭർത്താവിന് വീട്ടിൽ പോയി. അതിനുശേഷം ഒരു സൽക്കാരം, അന്ന് തന്നെ ഒരു സൽക്കാരം, അപ്പോൾ തന്നെ നേരെ ഭാര്യ വീട്ടിലേക്ക് പോവാണ്. ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോൾ 4 മണിക്ക് അവിടെ എന്തോ ഒരു കാര്യം പറയുന്ന സമയത്ത് ആ മോളെ വിളിച്ചിട്ട് പറയണം, നീ 10, 18, 19 വയസ്സ് വരെ ഞങ്ങളാണ് നിന്നെ വളർത്തി ഇത്രയാക്കിയത്, അതുകൊണ്ട് നീ ഞങ്ങൾ പറയുന്നതാണ് കേൾക്കേണ്ടത്. അവൻ നിന്നെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ഇവിടെയാണോ വന്ന് നിൽക്കേണ്ടത് എന്ന്. ഏത് കല്യാണത്തിന്റെ ആദ്യ ദിവസം സ്വന്തം മകളോട് സ്വന്തം അമ്മ പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്താ അതിന് കാരണം? അവിടെ ആ അമ്മയാണ് ആ കുടുംബനാഥൻ. ഭർത്താവിന് പട്ടിയുടെ വില പോലും ഇല്ല അവിടെ. അങ്ങനെ ചില വീടുകളുണ്ട്. അതുപോലെ ഭാര്യയ്ക്ക് ഒരു പട്ടിയുടെ വില പോലും ഉണ്ടാകാതെ ഭർത്താവ് മാത്രമല്ല കാര്യങ്ങൾ നോക്കുന്ന പേരകളുണ്ട്. ഈ 2 വീടുകളിലും ഇത് സംഭവിക്കും. എന്നാൽ അതേസമയം ഭാര്യ ഭർത്താക്കന്മാർ അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇണക്കമടക്കങ്ങളൊക്കെ ഉണ്ടാവും, അത് അതിന്റെ വഴിക്ക് പോകും. പക്ഷെ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഉചിതമായ തീരുമാനം ആലോചിച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്ന കുടുംബങ്ങൾ എത്ര പേരുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ ആ കുടുംബം, ആ ഫാമിലി കുറെ വർഷങ്ങൾക്ക് ശേഷം വേർപെട്ട്, ദാമ്പത്യ ബന്ധം വേർപെട്ട് രണ്ടായി കഴിയുകയാണ്. എവിടുന്നാ തുടങ്ങിയത്? ഇവിടുന്ന്, ഈ പറയുന്ന വീടിന്റെ കല്യാണത്തിൻ്റെ വൈകുന്നേരം അമ്മ പറഞ്ഞു കൊടുത്തൊരു വർത്താനമാണ്. എന്ത്? നീ ഞങ്ങൾ പറയുന്നതാണ് കേൾക്കേണ്ടത്, ഞങ്ങളുടെ മകളാണ് എന്ന്. നിന്റെ വീടിനി അതാണ്, നിന്റെ ഭർത്താവ് ഇതാണ്, ഇനി നീ ജീവിക്കേണ്ടത് ആ വീടിന്റെ അന്തരീക്ഷം അനുസരിച്ചിട്ടാണ്. അത് പറഞ്ഞു കൊടുക്കുകയല്ലേ വേണ്ടത്. മറ്റൊരു കുടുംബത്തിൽ പോയി താമസിക്കുന്ന സമയത്ത് അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ ഗതികളും ഒക്കെ ഒന്ന് മനസ്സിലാക്കി അവിടുത്തെ സ്വഭാവം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി, നമ്മളും വേണ്ട സഹായങ്ങൾ നൽകാം. അങ്ങനെ സപ്പോർട്ട് കൊടുക്കുകയല്ലേ വേണ്ടത്. ഒരു സപ്പോർട്ട്. ആ ജീവിതം കുളമാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഏതായാലും ആ ബന്ധം അധികം വൈകാതെ അടിച്ചു പിരിഞ്ഞു. അതിനുശേഷം മറ്റൊരു കേസ്. മകളൊരു ദിവസം രാത്രി സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഭർത്താവ് തന്റെ കഴുത്തരിയുന്നതായിട്ട് സ്വപ്നം കണ്ടു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഭർത്താവിന് പൂരെ തല്ലുകിട്ടി, പോലീസ് കേസായി, മറ്റു പലതുമായി. വർഷങ്ങൾക്ക് ശേഷം ആ ബന്ധമൊക്കെ പിരിഞ്ഞു പോയി. വർഷങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് ആ പെണ്ണിന് അല്പം മെന്റൽ ഡിസോർഡർ ഉണ്ടായിരുന്നു. സ്വപ്നത്തിൽ കണ്ടതാണത്ര. സ്വന്തം വീട്ടിലാരോ തന്നെ വെട്ടാൻ പോണോ കുത്താൻ പോണോ എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് നേരം വെളുത്തപ്പോഴാണ് അറിയുന്നത്. എന്നാൽ ഈ ഭർത്താവ് പിറ്റേന്ന് രാവിലെ തന്നെ പറഞ്ഞു, ഇവൾക്ക് എന്തോ ഡിസോർഡർ ഉണ്ട്, എനിക്ക് തോന്നുന്നുണ്ട്, അല്പം സൈക്കോളജി അറിയുന്ന ആളാ, നിങ്ങളൊന്ന് പരിശോധിക്കണം, ഒരു ട്രീറ്റ്മെന്റ് എടുക്കണം, ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ശരിയാകാവുന്ന കേസുകൾ, വലിയ പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും കേൾക്കാതെ കെട്ടിയതിന്റെ പിറ്റേന്ന് തന്നെ നീ എന്റെ മോളെ ഭ്രാന്തിയാക്കുന്നുണ്ടാന്നാണ് ചോദിച്ചത്. ആ ചോദ്യം ചോദിച്ചു. തന്റെ ഭാഗം വിജയിക്കാൻ വേണ്ടി എന്ത് നുണയും പറയും, ഏത് രീതിയിൽ സംസാരിക്കുന്ന കുറെ പെണ്ണുങ്ങൾ. ആ വാക്ക് കേട്ടിട്ട് സ്വന്തം അളിയനെ എന്ന് പറഞ്ഞാൽ പെങ്ങളെ കെട്ടിയവനെ പോയി തല്ലാൻ നിൽക്കുന്ന ആങ്ങളമാരും അവരെ കേസിൽ കൊടുക്കാൻ നിൽക്കുന്ന മാതാപിതാക്കളും വേണ്ടി വന്ന ഒരു സ്ത്രീധന പീഡനവും ഗാർഹിക പീഡനവും ഒക്കെ കൊടുക്കാൻ നിൽക്കുന്ന കുടുംബവും. അത്തരത്തിലുള്ള ഒരു കുടുംബത്തെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അത്തരം ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ വലിയ പ്രശ്നമാണ്. ഇവിടെ കുടുങ്ങിപ്പോണത് ആരാന്നറിയാമോ? ഭർത്താവാണ്.
പക്ഷം മുഴുവൻ സ്ത്രീകളുടേതായതുകൊണ്ട്, നിയമം മുഴുവൻ സ്ത്രീകളോടൊപ്പം നിൽക്കുന്നത് കൊണ്ട്, ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ചെന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പുരുഷന്റെ കർണക്കുറ്റി കണ്ടിട്ട് പൊട്ടിക്ക് നിന്നുകൊണ്ട് നാട്ടുകാരുടെ മുന്നിലും സ്വന്തം കുടുംബക്കാരുടെ മുന്നിലും സ്വന്തം കൂട്ടുകാരുടെ മുന്നിലുമൊക്കെ നാണം കെട്ട് തലതാഴ്ത്തി നിൽക്കേണ്ട ഒരു ഗതികേട് ഒരു പുരുഷനുണ്ട്. ഇക്കാലത്ത് പുരുഷന്മാർക്കുണ്ട്, സത്യമാണ്. അവർക്ക് ആരോടും ഒരു പരാതിയും പറയാൻ നിവൃത്തിയില്ല, ഒന്നും പറയാൻ നിവൃത്തിയില്ല. അങ്ങനെ വരുമ്പോഴാണ് അവർ കയറെടുക്കുന്നത്, അവർ ആത്മഹത്യ ചെയ്യുന്നത്. സ്ത്രീകൾക്ക് ഇവിടെ 100 നാവുകളുണ്ട് സംസാരിക്കാൻ. പുരുഷനൊരു നാവില്ല. അവൻ ഉച്ചയുയർത്തി കഴിഞ്ഞാൽ അവൻ ഭീകരവാദിയായി. പിന്നെ അവനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടി നാടായി, നാട്ടുകാരായി, അവനെതിരെ പോലീസ് കേസുകളായി, ജയിലായി, അതങ്ങനെ പോകും. പിന്നെ അവൻ എന്താ ചെയ്യേണ്ടത്? തൂങ്ങാതെ അവന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഇവിടെ പുരുഷ കമ്മീഷൻ വേണ്ടേ? അല്ലെങ്കിൽ ആരെങ്കിലും വേണ്ടേ? അങ്ങനെ വളരെ അപൂർവമായ കേസുകളിൽ മാത്രമാണ് പുരുഷന് അനുകൂലമായിട്ട് കോടതി വിധികൾ വരുന്നത്. മറ്റെല്ലാ കേസുകളിലും ഈ പുരുഷന് തന്റെ നിരപരാധിത്വം വെളിപ്പെടുത്താൻ കഴിയില്ല. ഭാര്യയെ അടിച്ചു ഉറക്കിട്ടു, മർദ്ദിച്ചു, ചീത്ത വിളിച്ചു, മുഖത്ത് തുപ്പി, പീഡിപ്പിച്ചു, ഇതൊക്കെ എങ്ങനെ പറയും? എന്നിട്ട് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുകയും ചെയ്യും. ഈ പാവം ഭർത്താവ് എങ്ങനെ തെളിയിക്കും താനൊന്നും ചെന്നിട്ടില്ല എന്നുള്ളത്? കാര്യം ഈ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്വകാര്യ നിമിഷത്തിൽ വേറെ തെളിവുകളില്ല. ഭർത്താവിനെ ആയിരിക്കും ഒരുപക്ഷെ എടുത്തിട്ട് പെരുമാറിയിട്ടുണ്ടാവും, നല്ലോണം പെരുമാറിയിട്ടുണ്ടാവും, ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഒന്നുകിൽ ഇവിടെ പുരുഷ കമ്മീഷൻ വേണം, അതല്ല എന്നുണ്ടെങ്കിൽ നിലവിലുള്ള സംവരണവും ഈ കമ്മീഷനും ഒക്കെ എടുത്തു കളയാൻ. രണ്ടിലേതെങ്കിലും ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ വിഷയങ്ങൾ നടക്കും. ഇത് തുടക്കം മാത്രമാണ്. പുരുഷന്മാർ ആത്മഹത്യ ചെയ്യും, പെമ്മക്കൾ അവിടെ ഇരിക്കും, ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് കൊണ്ടുനടക്കാൻ പറ്റും. അവന് നീതി കൊടുക്കാൻ, അവന്റെ ഭാഗം പറയാൻ, അവന് പറയാനുള്ളത് കേൾക്കാൻ ഇവിടെ സംവിധാനങ്ങൾ വേണം. അതല്ല എന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഈ വനിതാ കമ്മീഷനും അല്ലാത്ത കമ്മീഷനും ഒക്കെ എടുത്തു കളയണം. ഒരു കമ്മീഷനും വേണ്ട ഇവിടെ. ആ കമ്മീഷൻ കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഉണ്ടെങ്കിൽ അത് ഫലപ്രദമായി ഉപയോഗിക്കപ്പെടണം. കൃത്യമായി തുല്യനീതി ഉറപ്പാക്കണം. അങ്ങനെ ഉറപ്പാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തിന് വേണ്ടി മാത്രം നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണ് ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കെട്ടിച്ചമച്ചുകൊണ്ട് ശമ്പളം കൊടുത്തുകൊണ്ടൊന്നും ഇരുത്തിയേക്കുന്നത്? ബാക്കിയുള്ളവരെ പീഡിപ്പിച്ച് അവന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ? ഓരോ ദിവസവും കഴിയുമ്പോൾ ഓരോ ദുരന്ത കഥ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപ്പോ പ്രദീപ് കൂടി ആത്മഹത്യ ചെയ്യുമ്പോൾ പുരുഷന് ഒരു രക്തസാക്ഷി കൂടിയായി. അവന്റെ അപ്പനും അമ്മയ്ക്കും പോയി അല്ലേ? 4 ദിവസം കഴിയുമ്പോൾ അവൾക്ക് വേറെ പുരുഷനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാം. പറ്റുന്നുണ്ടെങ്കിൽ അവനെയും കൂടെ തൂക്കുകാരന് കൊടുക്കാം, വീണ്ടും അടുത്തതിന് കിട്ടും. ഇല്ലേ? ഞാൻ മരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രശാന്തിയിൽ MR 289 കുന്നിൻ മോള് തച്ചോട്ടുകാവ് എന്ന അഡ്രസ്സിൽ താമസിക്കുന്ന ഞാൻ കല്യാണം കഴിച്ച പ്രിയയും അവളുടെ അമ്മ പ്രസന്നയും. അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നിരിഷ്ടമായ ഒരു സ്ത്രീ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എന്നായാലും അവർ നല്ലതുപോലെ അനുഭവിക്കും. എന്നെപ്പോലൊരു മോൻ അവർക്കുണ്ടല്ലോ, എന്നെപ്പോലൊരു മോനല്ലേ അവർക്കുള്ള പ്രശാന്ത്. അവരതുപോലും ചിന്തിച്ചില്ലല്ലോ. ഇവിടുത്തെ പട്ടിയെക്കാളും നിരിഷ്ടമായിട്ട് കാണുകയും എന്നെ വളരെ മോശമായിട്ട്, അതായത് ഒരു വിലയില്ല. Different angles. Don't forget to subscribe and support this channel.